ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ വരുമാനം തന്നെ എന്നും നിങ്ങളുടെ കുടുംബത്തിന് കിട്ടും. 100 കൊല്ലം നിങ്ങൾക്ക് എന്ത് റിസ്ക് ഉണ്ടെങ്കിലും, നിങ്ങളുടെ വരുമാനത്തിൽ എന്ത് തടസ്സം ഉണ്ടായാലും 100 കൊല്ലത്തേക്ക് എന്നും നിങ്ങളുടെ കുടുംബത്തിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എല്ലാ കുടുംബത്തിനും 4 സാമ്പത്തിക തൂണുകളാണുള്ളത്. കുടുംബം എന്നും സുരക്ഷിതമായിരിക്കണമോ, നിങ്ങളുടെ ജീവിതചര്യ ലൈഫ് സ്റ്റൈൽ എല്ലാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമോ, 4 തൂണുകൾ ഉണ്ടായിരിക്കണം. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേഷൻ ഓഫ് ഇൻകം. അപ്പോൾ വീട്ടിലെ അമ്മയോ അച്ഛനോ, അതായത് നിങ്ങളോ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ആരായാലും വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ ക്രിയേഷൻ ഓഫ് ഇൻകം അവിടെ നടക്കുക. 2, ആ ഉണ്ടാക്കിയ വരുമാനം നിങ്ങൾ ചെലവ് ചെയ്യുന്നു, കൺസംഷൻ നടത്തുന്നു, അത് വെച്ച് ഉപയോഗിക്കുന്നു. 3, അതിൽ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് എവിടെയാണ് ഈ 4ാമത്തെ തൂണ്? 4ാമത്തെ തൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാകുന്ന സോഴ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ, അതായത് നമ്മളുടെ ജോലി നമുക്ക് നിർത്തേണ്ടി വരികയോ, അല്ലെങ്കിൽ ജോലി പോകുകയോ, അല്ലെങ്കിൽ വയസ്സാവുകയോ, അല്ലെങ്കിൽ നമ്മൾ ഡിസേബിൾ ആവുകയോ, അല്ലെങ്കിൽ വയ്യാണ്ടാവുകയോ, അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചാൽ നമുക്ക് വരുമാനം എവിടെ നിന്ന് വരും? പിന്നെ വരുമാനം വരില്ല, പക്ഷെ ചിലവ് അതേപോലെ തന്നെ നിൽക്കും. കുറച്ച് ദിവസം നമുക്ക് നമ്മുടെ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ ഉപയോഗിക്കാം, അതോടെ അതും തീരും. അങ്ങനെയാണ് എല്ലാ കുടുംബങ്ങളും തകരുന്നത്. ഈ 3ാമത്തെ പില്ലർ ഇല്ലെങ്കിൽ എല്ലാ കുടുംബവും തകരും. അതുകൊണ്ട് 3ാമത്തെ പില്ലർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരു കുടുംബത്തിന് 10,000 രൂപ വരുമാനമുണ്ട്, അല്ലെങ്കിൽ 25,000 രൂപ വരുമാനമുണ്ട്, അല്ലെങ്കിൽ 50,000 രൂപ വരുമാനമുണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപ വരുമാനമുണ്ട്, അല്ലെങ്കിൽ 3,00,000 രൂപ വരുമാനമുണ്ട്. എത്ര വേണം ആയിക്കോട്ടെ. അവരുടെ ചിലവ് എത്രയായിരിക്കും? അതിൻ്റെ 80% അവർ ചിലവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് 10,000 വരുമാനമുള്ള ആൾ 8,000 രൂപ ചിലവ് ചെയ്യും, 25,000 ഉള്ളവർ 20,000 രൂപ ചിലവ് ചെയ്യും, 50,000 ഉള്ളവർ 40,000 രൂപ ചിലവ് ചെയ്യും, 1,00,000 ഉള്ളവർ 80,000 രൂപ ചിലവ് ചെയ്യും, 3,00,000 ഉള്ളവർ 2,50,000 രൂപ ചിലവ് ചെയ്യും. ഇങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാലൻസ് ഉള്ള 2,000 ഈ ചെറിയ പൈസകൾ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ഓഫീസോ ചിട്ടിയോ LICയോ സേവിങ്സോ ആയിട്ട്, ഗോൾഡോ ലാൻഡോ ഒക്കെ ആയിട്ട് നമ്മൾ സേവ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും? നമ്മളുടെ ചെറിയൊരു ബാലൻസ് നമ്മൾ ഈ കൺസർവ് ചെയ്ത് വെക്കും. അതാണ് 4ാമത്തെ C, കൺസർവ് ചെയ്ത് വെക്കും ചെറിയൊരു പൈസ. അപ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ട്. LIC, ചിട്ടി, പോസ്റ്റ് ഓഫീസ്, ഗോൾഡ്, സിൽവർ, ലാൻഡ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ സേവ് ചെയ്തു. പക്ഷേ ഈ വരുമാനത്തിന് തടസ്സം ഉണ്ടാകുന്ന 3 കാരണങ്ങളാണ്. പ്രധാനപ്പെട്ട 3 കാരണങ്ങളാൽ നമ്മുടെ വരുമാനത്തിന് അടികിട്ടും. ഏതൊക്കെയാണ് ആ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രായമായി, നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി, 55-60 വയസ്സായി. അപ്പോൾ നമ്മൾ പെൻഷനായി അല്ലെങ്കിൽ റിട്ടയറായി. അപ്പോൾ നമുക്ക് അവിടെ വരുമാനമില്ല, റിട്ടയർഡ്. 2ാമത്തെ ഘട്ടം എന്താണ്? നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിച്ചു, അതായത് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു, അതുകൊണ്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. നമുക്ക് ജോലി ചെയ്യാൻ പുതിയ ജോലി കണ്ടെത്താമല്ലോ. നമുക്ക് ജോലി മിസ്സായാണെങ്കിൽ പുതിയ ജോലി കണ്ടെത്താം. പക്ഷേ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന രീതിയിൽ നമുക്ക് വയ്യാണ്ടായാലോ, നമ്മളവിടെ ഡിസേബിളായി. ഇതാണ് 2ാമത്തെ സ്ഥിതി. 1, 2. 3ാമത്തെ സ്ഥിതി എന്താണ്? ആർക്കും ഗ്യാരണ്ടി ഇല്ലാത്ത ഡെത്ത് എന്ന് പറയുന്ന കാര്യം. എപ്പോൾ വേണോ ആർക്കും വേണോ സംഭവിക്കും. ഇൻറ്റേർണൽ കാരണങ്ങളാലോ ഔട്ട്സൈഡ് കാരണങ്ങളാലോ ആർക്കും വേണോ എപ്പോൾ വേണോ സംഭവിക്കാം. അറിയാമല്ലോ, രോഗങ്ങൾ, വയ്യായികൾ, സുനാമി, എല്ലാ പ്രശ്നങ്ങളും, ആക്സിഡൻറ്റ്, അങ്ങനെ എന്ത് വന്നാലും ആൾ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് കരുതിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് എന്ത് സംഭവിക്കും? ഈ വരുമാനം ഇങ്ങനെ നിന്നാൽ നമ്മുടെ ചിലവ് അങ്ങനെ തന്നെ നിൽക്കുമോ? ചിലവ് അങ്ങനെ തന്നെ നിൽക്കും. വരുമാനം തീരുമ്പോൾ ചിലവും കൂടെ ഇല്ലാതാവില്ല. നമ്മുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ്, വീട്ടുകാരുടെ ചിലവ്, ആഹാരം, അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മാരേജ്, എല്ലാ കാര്യങ്ങളും ചിലവ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വരുമാനം നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഗോൾഡോ കുറച്ച് ലാൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് കുറച്ച് മാസം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതോടെ അത് തീരും. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഈ 1ാമത്തെ തൂണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 3ാമത്തെ തൂണിൻ്റെ ജോലി. അതാണ് 3rd C എന്ന് പറയുന്നത്. 3rd C എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂവേഷൻ ഓഫ് ഇൻകം ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ജോബ് ഉണ്ടോ, വരുമാനം ഉണ്ടോ, ആദ്യം ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. കാര്യം ചിലവിന് പൈസ പോകും. അത് കഴിഞ്ഞാൽ ഇതാണ് 3rd ആണ് ചെയ്യേണ്ടത്. 3ാമതാണ് പിന്നെ ചെയ്യേണ്ടത്. പിന്നത്തെയാണ് 4ാമത്. സേവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ വരുമാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ 1ാമത്തേനെ, നമ്മുടെ ക്രിയേഷൻ ഓഫ് ഇൻകത്തിനെ, നമ്മുടെ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഈ 3 കാരണങ്ങളാൽ, റിട്ടയർമെൻറ്റ്, ഡിസബിലിറ്റി, ഡെത്ത്, ഈ 3 കാരണങ്ങളാൽ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും
വരുമാനം നിന്നു പോയാൽ വരുമാനം വരുന്ന കാര്യം നമ്മൾ ചെയ്തു വെക്കണം. കണ്ടിന്യൂഷൻ. ഇതിൻ്റെ ഒരു കണക്ക് കൂടെ ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ഈ 3 കാര്യങ്ങൾ, ഇപ്പോൾ വരുമാനം ഉണ്ടാക്കുന്ന പൈസ എപ്പോഴും ഒരു കുടുംബം ചിലവാക്കി ചെയ്യേണ്ടത് 20-20-60 എന്ന റേഷ്യോയിലാണ്. 20-20-60. ഇതിൽ 60 പോകുന്നത് നമ്മുടെ കൺസംഷനിലേക്കാണ്. 60. ഈ 60-ൽ തന്നെ നമുക്ക് 3 20-കളുണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ചിലവുകൾ, 2 വീട്ടു ചിലവുകൾ, 3 എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളും എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള എക്സ്ട്രാ ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള. അങ്ങനെ ഇതിനകത്ത് തന്നെ 3 20 ഉണ്ട്. അത് കൂടാതെ 2 20 ഉണ്ട്. ഇത് 3 കൂടെ കൂട്ടുമ്പോഴാണ് നമ്മുടെ 100% നമ്മുടെ വരുമാനം ആകുന്നത്. ഇതിൽ അടുത്ത 20 പോകേണ്ടത് നമ്മുടെ വരുമാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്കാണ് അടുത്ത 20% മണി പോകേണ്ടത്. അതിന് ശേഷമുള്ളതാണ് 4th C-ലോട്ട് പോകേണ്ടത്, സേവിങ്സ്. അതായത് ഈ പറയുന്ന പോലെ പോസ്റ്റ് ഓഫീസ്, LIC, ചിട്ടി, ഗോൾഡ്, ലാൻഡിലോട്ട് പോകേണ്ടത് 20% ആണ് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ. 20% പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി 3rd C പെൻഷനിലോട്ട് പോകണം. അതായത് റിട്ടയർ ആയാലും ഡെത്ത് ആയാലും ഡിസബിലിറ്റി ആയാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ വരുമാനം തന്നെ 100 കൊല്ലം നമ്മുടെ കുടുംബത്തിന് കിട്ടുന്ന സംവിധാനമാണ് 3rd C എന്ന് പറയുന്നത്. കണ്ടിന്യൂഷൻ ഓഫ് ഇൻകത്തിലോട്ട്. അതിന് 20% ഓഫ് നമ്മുടെ വരുമാനം, ഒരു മാസം വരുമാനത്തിന് 20% ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അത് ചെയ്തിട്ടേ നമ്മൾ സേവ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ചില കുടുംബങ്ങൾ പറയും നമ്മുടെ വരുമാനത്തിൻ്റെ 80% നമുക്ക് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്, 90% ചിലവായിക്കൊണ്ടിരിക്കുകയാണ്, 100% ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായ കാര്യമാണ്, അപകടമാണ്. നമ്മുടെ വരുമാനത്തിൻ്റെ 60% മാത്രമേ നമുക്ക് കൺസംഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. അതിലോട്ട് നമ്മുടെ എല്ലാ ചിലവുകളെയും ചുരുക്കണം. നമുക്ക് ചിലവുകളിൽ എന്ത് സംഭവിക്കുന്നു? മറ്റുള്ളവരെ കണ്ടിട്ട് അവനവിടെ വലിയ കാറുണ്ട്, അതുകൊണ്ട് EMIക്ക് വലിയ കാർ എടുത്തു. അപ്പുറത്ത് 2 ഫ്രിഡ്ജ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് 2 ഫ്രിഡ്ജ് വേണം. അപ്പുറത്ത് AC ഉണ്ട്, അതുകൊണ്ട് എനിക്ക് AC വേണം. അങ്ങനെയുള്ള മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടും ട്രെൻഡ് അനുസരിച്ചും നമ്മുടെ കുടുംബത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂടണമെന്ന് എഴുതിയിട്ട് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ചെയ്യരുത്. വരുമാനം എത്രയുണ്ടോ, കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനോട് എത്ര വരുമാനം ഉണ്ടോ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടോ, അതിൻ്റെ 60% മാത്രമേ ചിലവുകൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിലോട്ട് നമ്മൾ ചുരുക്കി കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും. അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാവും, തിരുത്താനുള്ള സമയമാണ്. അല്ലെങ്കിൽ പുറത്ത് കിടക്കാൻ പറ്റില്ല, അപകടം വന്നാൽ പെട്ടുപോകും. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. 60% നിർത്തണം. ബാക്കി 20% എടുത്ത് ഈ വരുമാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഭാവിയിലോട്ട് നല്ല പ്രായമായാലും അവിടെ നിന്ന് നമ്മുടെ വരുമാനം അതേപോലെ തന്നെ തുടങ്ങും. നമുക്ക് ഡിസബിലിറ്റി വന്നാലും ഡെത്ത് സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിന് അതേ വരുമാനം തന്നെ കൊടുക്കും. അവർക്ക് ചിലവുകളിൽ പ്രശ്നങ്ങളില്ല, മീറ്റ് ചെയ്ത് പോകട്ടെ. അതിന് 20% മതി. ബാക്കി 20% എടുത്ത് നമ്മൾ നമ്മുടെ ഗോൾഡ്, ലാൻഡ് പർച്ചേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞ LIC അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ചിട്ടി, അങ്ങനെയുള്ള കാര്യം. ഇതായിരിക്കും നമ്മുടെ ക്രമം. 20-20-60 റൂളിൽ നിൽക്കണം നമ്മുടെ മൊത്തം വരുമാനത്തിന്. അതുകൊണ്ട് 3rd C പ്രൊട്ടക്റ്റ് ചെയ്യണം. 3rd C പല കുടുംബങ്ങളും, അതായത് 99% കുടുംബവും മറന്നു പോകുന്ന കാര്യമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, വരുമാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അതുകൊണ്ട് 3rd C പെൻഷൻ നമ്മൾ ചെയ്തു വെക്കണം. നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ വരുമാനം വെച്ച്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം വെച്ച് ആ വരുമാനം തന്നെ 100 കൊല്ലം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 3rd C പെൻഷൻ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ഈ നമ്പറിൽ കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് അതേപോലെ സെറ്റ് ചെയ്ത് തരാം. 100 കൊല്ലം കിട്ടിയിരിക്കും. ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ആയിട്ട്, അല്ലാതെ പ്രൈവറ്റ് ഒന്നുമല്ല, നമ്മളൊന്നുമല്ല സെറ്റ് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൽ നിന്ന് സെറ്റ് ചെയ്ത് കിട്ടും. മനസ്സിലായോ? ഇത് ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ ഈ 23 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കൊല്ലത്ത് നമ്മളുടെ ബിജു ഡാനിയൽ എന്ന് പറയുന്നൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റ് ഞാൻ ഇത് അവതരിപ്പിച്ചു. അപ്പോൾ ആൾക്ക് വേണ്ടത്, ആൾക്ക് 1 ലക്ഷം രൂപ വരുമാനമുണ്ട്. അപ്പോൾ അതിന് മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ആൾ പറഞ്ഞ് ഇത്രയും ഇതൊന്നും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ചെറുതായിട്ട് ഒരെണ്ണം ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു 2% ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് പോരാ, 20%ലാണ് ചെയ്യേണ്ടത്. ചെയ്താൽ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അദ്ദേഹം അവസാനം ഞാൻ നിർബന്ധിച്ച് അദ്ദേഹം 2% ചെയ്തു, ചെറിയൊരു എമൗണ്ടിന് ചെയ്തു. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 2ാമത്തെ വർഷം ആൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ആകെ 30 വയസ്സേ ആയിട്ടുള്ളൂ. എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കാതെ ഗൾഫിൽ ജോലി, 1 ലക്ഷം രൂപ വരുമാനം, കുടുംബം നല്ല ലാവിഷായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും സംഭവിക്കുകയില്ല. പക്ഷേ 1ാമത്തെ പേയ്മെൻറ്റ് അടച്ചു, 2ാമത്തെ പേയ്മെൻറ്റ് സേവ് ചെയ്തു, ഈ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു. 3ാമത്തെ അടയ്ക്കുന്നതിന് മുന്നേ ആൾ ഗൾഫിൽ നിന്ന് ഗോവയിൽ വന്നു. അവിടെ നിന്ന് എന്തോ കൊഞ്ചും ഇതെന്തോ മിക്സ് ചെയ്ത് കഴിച്ചു. ഹാർട്ട് അറ്റാക്ക് വന്നു. ഓൺ ദ സ്പോട്ട് ആൾ മരിച്ചു. അവിടെ നിന്ന് ആംബുലൻസിൽ കൊല്ലത്ത് കൊണ്ടുവന്ന് വീട്ടുകാർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ സ്ഥിതി. വീട്ടിലാർക്കും വരുമാനമില്ല. 2 പെൺകുട്ടികളുണ്ട്, ഒരു ഭാര്യയുണ്ട്. ആരും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. മരണത്തിന് ഒരു ആൾക്കാർ വരാൻ തയ്യാറില്ല. കാര്യം അവർ തലയിലാവുമെന്നുള്ളതുകൊണ്ട്. അവസാനം ഈ ഭാര്യ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു കാര്യം ഓർമ്മിച്ച് എന്നെ കോൺടാക്ട് ചെയ്തു.
എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഇൻഫർമേഷൻ കൊടുത്തു. അപ്പം തന്നെ അവർക്ക് 28 ലക്ഷം 27 ലക്ഷമാണ്. കറക്റ്റ് എമൗണ്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല. കാര്യം ഇത് നടന്നത് 2010 2009 കാലഘട്ടത്തിലാണ്, 10-15 വർഷം മുന്നേ. അപ്പോൾ ആ വലിയൊരു എമൗണ്ട് അവർക്കും കിട്ടി. അതിൽ നിന്ന് പിന്നെ ലൈഫ് അവരുടെ കുടുംബം സെറ്റായി. അത് കിട്ടിക്കഴിയുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവരും വന്നു, ഇത് എല്ലാം ഓക്കെ ആയല്ലോ അല്ലെങ്കിൽ. പക്ഷേ അത് ആൾ ഫുള്ളും 20% ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അവർക്ക് 1 ലക്ഷം രൂപ വെച്ച് തന്നെ എല്ലാ മാസവും കിട്ടിയത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 10-20,000 കിട്ടുന്ന രീതിയിൽ സെറ്റായി. അപ്പോൾ എപ്പോഴും 20% വെച്ച് തന്നെ ചെയ്ത് വെക്കണം. ചെയ്തു വെച്ചാൽ ഇപ്പോൾ കിട്ടുന്ന അതേ വരുമാനം തന്നെ 100 കൊല്ലം കിട്ടും കുടുംബത്തിന്. അതുപോലെ ഒരു അങ്കിളിന് ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്കിളിന് നല്ല വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ ചെയ്തു വെച്ച് മുന്നോട്ട് പോയിട്ട് 3-ാം വർഷം ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തിട്ട് കൃത്യം 1 മാസത്തിനുള്ളിൽ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ആശുപത്രിയിൽ പോയി, ആൾ മരിച്ചു. വീട്ടുകാർക്കെല്ലാം ഭയങ്കര വിഷമമായി. അപ്പോൾ വീട്ടുകാരോട് ചോദിക്കുകയാണ് ഇത് ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നെങ്കിൽ കിട്ടും, പക്ഷേ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അത് കൺസർവ് ചെയ്ത് വെക്കണം. അതൊരു ഐഡിയ അല്ല. ഇത് ഗവൺമെൻറ്റിൽ ഇന്ന് ലോകത്തെ എല്ലാ രാജ്യത്തിലും നിലവിലുള്ള ഒരു കാര്യമാണ്. ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി 4 തൂണുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതിലെ 3-ാമത്തെ തൂണ് എല്ലാവരും മറന്നു പോകും. 99% കുടുംബവും മറന്നു പോകുന്ന കാര്യമാണ് 3-ാമത്തെ തൂണ്. അതുകൊണ്ടാണ് അത് ചെയ്യണമെന്ന് പറയുന്നത്. അത് ചെയ്തു വെച്ചിരിക്കണം. അപ്പോൾ ഏത് സിറ്റുവേഷനിലും കുടുംബം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇത് പലതരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ചെയ്തു വെച്ചാൽ സേഫായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് 100 കൊല്ലത്തേക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനം തന്നെ സ്ഥിരമായി വേണമെങ്കിൽ, എന്ത് സംഭവിച്ചാലും, നിങ്ങളുടെ റിട്ടയർമെൻ്റ് ആയാലും ഡിസബിലിറ്റി ആയാലും ഡെത്ത് ആയാലും നിങ്ങൾക്ക് അതേ പൈസ കുടുംബത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3rd C പെൻഷൻ അക്കൗണ്ട് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കിട്ടുന്ന കാര്യം ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. 3rd C പെൻഷൻ അക്കൗണ്ട് എന്ന് എഴുതി.